അപ്പോൾ നമ്മൾ ഇറ്റലി ഫ്രാൻസ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ നമ്മുടെ അൺലോഡിങ് പോയിന്റിൽ എത്തിയത് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. നമ്മളൊരു കോഫിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇന്ന് രാവിലെ ഒരു 4:30-5 മണിക്ക് എടുത്തു വണ്ടി. ജസ്റ്റ് നമ്മളൊരു അരമണിക്കൂർ മുന്നേ കമ്പനിയിലെത്തി. അവിടെ വിൻഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിത് അൺലോഡിങ്ങിന് അവിടെ റാമ്പിൽ വെച്ച് കൊടുത്തു. റാമ്പ് അൺലോഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റാമ്പിൽ വെച്ച് കൊടുത്തു. നമ്മൾ ഒരു കോഫിയും ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അൺലോഡിങ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോഡുണ്ട്. ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ മാറി നമുക്ക് തിരിച്ച് ഇറ്റലി തന്നെയാണ് കേട്ടോ. നമുക്ക് തിരിച്ച് മൗണ്ട് ബ്ലാങ്ക് വഴി നമ്മൾ വന്ന സെയിം റൂട്ടാണ്. നമുക്കൊരു 1400 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഈ അൺലോഡിങ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് ലോഡ് ചെയ്തിട്ട് നാളെ ഓടാണ്ട്. നമുക്ക് ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച ഓടട്ടോ. അപ്പോൾ നമ്മൾ നാളെ ഓടി നാളെ വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. പിന്നെ നമുക്ക് മൺഡേ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രാൻസിലെത്തി. ഫ്രാൻസിലെ വെതർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമില്ല. ഇറ്റലി നമുക്ക് നല്ല ചൂടായിരുന്നു. ഫ്രാൻസിലൊരു മീഡിയം, അതായത് ഒരു 15 ഡിഗ്രി ഒക്കെയാണ് നമുക്ക് ഫ്രാൻസിൽ എന്ത് വരുന്നത്, ക്ലൈമറ്റ് ടെമ്പറേച്ചർ വരുന്നത് കേട്ടോ. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറാണ്. പക്ഷേ സ്ലൊവേനിയയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര അധികം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ അൺലോഡിങ് ലൊക്കേഷൻ കേട്ടോ. അൺലോഡിങ് ലൊക്കേഷനാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ലോഡിങ് ലൊക്കേഷനിലേക്ക് ഒരു 100 കിലോമീറ്ററിന് റേഞ്ചിലേ ഉള്ളൂ. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. സമയം രാവിലെ 8:30 ആയിട്ടോ. 8:30 ഫ്രാൻസിലാണ്. 8:30 ഫ്രാൻസിൽ നാൻഡീസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നാൻഡീസ്, അതായത് നമ്മൾ ഏകദേശം ഒരു ലണ്ടൻ കടൽ മാർഗ്ഗമാണ് ലണ്ടനൊക്കെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഇവിടുന്ന് നമുക്കൊരു ഫെറി പോവുകയാണെങ്കിൽ നമുക്ക് ലണ്ടനൊക്കെ എത്രയോ അടുത്താണ് കേട്ടോ. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു തണുത്ത കാറ്റ്, ആ ഒരു ഇതേ ഉള്ളൂ. വർഷമില്ല. അവിടെ ചന്ദ്രൻ, ആകാശത്ത് ഒരു അർദ്ധചന്ദ്രൻ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് സ്ഥിതി.